ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നമ്മുടെ നറൂട്ടോ സീരീസിലെ ഇറ്റാച്ചി ഉച്ചിഹയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആരാണ് ഇറ്റാച്ചി? ഇറ്റാച്ചി ശരിക്കും വില്ലനാണോ? ഇത്രയും അധികം ആൾക്കാർ എന്തുകൊണ്ട് ഇറ്റാച്ചി എന്ന ക്യാരക്ടറിനെ ഇഷ്ടപ്പെടാൻ കാരണം തുടങ്ങി ഇറ്റാച്ചിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതുപോലെ ഈ ഒരു ഇറ്റാച്ചിയുടെ വീഡിയോ നമുക്ക് രണ്ടായിട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഇറ്റാച്ചി ജനിച്ചത് തൊട്ട് പുള്ളിക്കാരൻ വളർന്ന് തന്റെ വംശത്തെ തന്നെ ഇല്ലാതാക്കുകയും അതിനുശേഷം അക്കട്സുക്കി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് വരെ ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഇത് കഴിഞ്ഞ് പാർട്ട് 2 വീഡിയോയിൽ ഇറ്റാച്ചി മരിക്കുന്നതും അതിനുശേഷം റീആനിമേഷനായി വരുന്നതും തുടർന്നുള്ള സംഭവങ്ങളൊക്കെ ആ വീഡിയോയിലും നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഉച്ചിഹ വംശത്തിൽ ജനിച്ച ഒരാളാണ് നമ്മുടെ ഇറ്റാച്ചി. ഇറ്റാച്ചിയുടെ ഫാദറാണ് ഫുഗാക്കു ഉച്ചിഹ. ഈ ഒരു ഫുഗാക്കു ഉച്ചിഹയാണ് ഉച്ചിഹ വംശത്തിന്റെ തന്നെ ഒരു ലീഡർ ആയിട്ടുള്ളത്. അതുപോലെ പറയണ്ടല്ലോ, ഇറ്റാച്ചിയുടെ കുഞ്ഞനുജനാണ് നമ്മുടെ സാസുകെ. ഇറ്റാച്ചി ഒരു ഹൈ റാങ്ക്ഡ് ഷിനോബിയാണ്. ചെറുപ്പത്തിൽ തന്നെ തന്റെ സെയിം ഏജിലുള്ള കൂട്ടുകാരെക്കാളും പല വിഷയങ്ങൾ ഇറ്റാച്ചിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതോർത്ത് ഇറ്റാച്ചിയുടെ ഫാമിലിക്കും വലിയധികം സന്തോഷമായിരുന്നു. നമ്മുടെ ചെറുപ്പത്തിൽ സാസുകെ നോക്കിക്കഴിഞ്ഞാൽ സാസുകയ്ക്കും ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഷിനോബി ആകണം എന്നായിരുന്നു ആഗ്രഹം. ഉച്ചിഹ വംശത്തിലുള്ള മറ്റു ആൾക്കാർ ഇറ്റാച്ചി നല്ലൊരു കുട്ടിയായിട്ടാണ് വളർന്നു വന്നത്. അവൻ എല്ലാവരോടും നല്ല ബഹുമാനമായിരുന്നു. അതുപോലെ നീയും വളരണം, എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉച്ചിഹ വംശത്തിലുള്ള മറ്റു ആൾക്കാർ കുട്ടിയായ സാസുകയെ കാണുമ്പോൾ അവനോട് പറയാറുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം സാസുകെ നിഞ്ച അക്കാഡമിയിൽ നിന്നും രാത്രി തന്റെ വീട്ടിലേക്ക് വരുന്ന വഴി താൻ എപ്പോഴും കാണാറുള്ള ആ ഒരു 2 പേർ അവിടെ മരിച്ച നിലയിൽ കാണുന്നു. ഇത് കാണുന്ന സാസുകയും മൊത്തത്തിൽ ഷോക്ക് ആകാൻ തുടങ്ങി. അങ്ങനെ സാസുകെ ഓരോ സ്ഥലത്തായി നോക്കുമ്പോൾ ഉച്ചിഹ വംശത്തിലുള്ള എല്ലാവരും മരിച്ച നിലയിൽ കാണുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് പേടിച്ച് അവസാനം സാസുകെ തന്റെ വീട്ടിൽ പോയി നോക്കുമ്പോഴാണ് തന്റെ അച്ഛനും അമ്മയും മരിച്ച നിലയിൽ സാസുകെ കാണുന്നു. ഇത് കൂടാതെ അവർക്ക് പുറകിലായി നമ്മുടെ ഇറ്റാച്ചിയും ഉണ്ടാകും. അങ്ങനെ സാസുകെ ഇതൊക്കെ കണ്ട് പേടിച്ച് ഇറ്റാച്ചിയോട് ചോദിക്കും, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇവർക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഇറ്റാച്ചി സാസുകയെ ഒരു ഇല്യൂഷനിൽ കൊണ്ടെത്തിക്കുന്നു. ആ ഒരു ഇല്യൂഷനിലാണെങ്കിൽ ഇറ്റാച്ചി ആ ഒരു ഉച്ചിഹ വംശത്തിലുള്ള ആൾക്കാരെ കൊല്ലുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ സാസുകയ്ക്ക് റിയൽ ആയിട്ട് കാണുന്നത് പോലെയാണ് ഇവിടെ ഉള്ളത്. അത് കൂടാതെ അവസാനം തന്റെ മുന്നിൽ നിന്നും തന്റെ അച്ഛനെയും അമ്മയെയും കൊല്ലുന്ന പോലുള്ള ഒരു ഇല്യൂഷനിൽ സാസുകയെ ഇതും കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ സാസുകെ ഇതൊക്കെ കണ്ട് പേടിച്ച് കരഞ്ഞുകൊണ്ട് ഇറ്റാച്ചിയോട് എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്ന രീതിയിൽ ചോദിക്കുമ്പോഴാണ് ഇറ്റാച്ചി സാസുകയ്ക്ക് ഒരു പഞ്ച് കൊടുക്കുന്നു. അപ്പോൾ തന്നെ സാസുകെ പേടിച്ച് അവിടെ നിന്നും ഓടിപ്പോകുന്ന സമയത്താണ് ഇറ്റാച്ചി പിന്നെയും അവന്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ഇറ്റാച്ചി പറയും, നിന്നെ കൊല്ലാൻ തന്നെ എനിക്ക് ആഗ്രഹമില്ല, ഞാൻ വേണമെങ്കിൽ നിന്റെ ജീവൻ ഭിക്ഷയായിട്ട് തരാം, ഇവിടെ നിന്ന് വേഗം ഓടിപ്പോയിക്കോ എന്നും പറയുന്നു. അതും കൂടാതെ നീ എന്നെ ഹെയ്റ്റ് ചെയ്, നിനക്ക് എന്നെ കൊല്ലണമെന്ന ദേഷ്യമുണ്ടെന്നറിയാം, നീ എപ്പോൾ എന്നെക്കാൾ ശക്തനാവുന്നോ അന്ന് നീ എന്റെ അടുക്ക് വന്ന് ഫൈറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളും ഇറ്റാച്ചി സാസുകയോട് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ആദ്യം ഇറ്റാച്ചി എന്ന ക്യാരക്ടറിനെ ഇവിടെ കാണിച്ചു തന്നത്. നല്ലൊരു ജീനിയസ് ആയിട്ടുള്ള ഒരു കുട്ടിയായി വളർന്ന് അവസാനം തന്റെ വംശത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു വില്ലനായിട്ടാണ് ഇവിടെ കാണിച്ചു തന്നത്. ഇനി എന്തിനാണ് ഇറ്റാച്ചി തന്റെ വംശത്തെ ഇല്ലാതാക്കിയത്, ഇതിന്റെ റീസൺ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. 3rd ഗ്രേഡ് നിഞ്ച വാർ നടക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മുടെ ഇറ്റാച്ചി ജനിക്കുന്നത്. ഇറ്റാച്ചിയുടെ 4ാമത്തെ വയസ്സിൽ തന്നെ ഈ യുദ്ധവും കൊലയും ഒക്കെ കണ്ട് വളരുന്ന സമയത്താണ് തന്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, എന്തിനാണ് മരിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ ജീവിതം തുടങ്ങിയുള്ള ഒരുപാട് സംശയങ്ങൾ ഈ ഒരു യുദ്ധങ്ങൾ നടക്കുന്നത് കൊണ്ട് പല സംശയങ്ങളും അതിനെതിരായിട്ട് തന്റെ മനസ്സിൽ ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞാണ് നമ്മുടെ സാസുകെ ജനിക്കുന്നത്. ഒരു ദിവസം നമ്മുടെ ഇറ്റാച്ചി കൈക്കുഞ്ഞായ സാസുകയെ എടുത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സാസുകെ കരയാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ സാസുകെ കരയുന്നത് കേട്ട് ഇറ്റാച്ചി സാസുകയോട് പറയും, നിനക്ക് എന്ത് പ്രശ്നമുണ്ടായാലും അവസാനം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്നും പറയുന്നു. ഇതിലൂടെ ആ ഒരു പ്രായത്തിൽ ഇറ്റാച്ചിക്ക് സാസുകയോട് എത്രത്തോളം ഇഷ്ടമുണ്ടായിരുന്നു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഈ സമയത്താണ് പെട്ടെന്ന് നമ്മുടെ കുറാമ കൊനഹ വില്ലേജിൽ വന്ന് അവിടെ എല്ലാം തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഇറ്റാച്ചി സാസുകയും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഉച്ചിഹ വംശത്തിൽ തന്നെയുള്ള ഇസുമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണിനെയും ഇറ്റാച്ചി രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു 9-tailന്റെ അറ്റാക്കിൽ കൊനഹ വില്ലേജിലെ ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി. അങ്ങനെ ഈ ഒരു 9-tailന്റെ ഇൻസിഡന്റ് കഴിഞ്ഞ് കൊനഹ വില്ലേജിലെ ഹൊക്കാഗേസും പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ചേർന്ന് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണ്. അതിൽ പറയുന്നത് നമ്മുടെ ഈ ഒരു കൊനഹ വില്ലേജിൽ നിന്നും ഉച്ചിഹ വംശത്തെ കുറച്ച് ദൂരേക്ക് മാറ്റണം എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഉച്ചിഹ വംശത്തിന്റെ ലീഡർ ആയിട്ടുള്ള ഫുഗാക്കു പറയുന്നത് അതൊന്നും ശരിയാകില്ല, ഉച്ചിഹ വംശത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ പോലീസ് ഫോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, നമ്മൾ വില്ലേജിന്റെ ദൂരേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഉച്ചിഹ വംശത്തിന് ദൂരേക്ക് മാറ്റണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 9-tail ഇൻസിഡന്റിൽ നമ്മുടെ കുറാമയെ ഉച്ചിഹ വംശത്തിലെ ആൾക്കാർ തന്റെ ഷെറിംഗൺ വെച്ച് കൺട്രോൾ ചെയ്താണ് കൊനഹ വില്ലേജ് അറ്റാക്ക് ചെയ്തത് തുടങ്ങിയ ഒരു സംഭവം എല്ലാവരും പറഞ്ഞു നടക്കുന്നുണ്ട്. ഇത് കാരണം തന്നെ ഈ ഉച്ചിഹ വംശത്തിലുള്ള ആൾക്കാർ കൊനഹ വില്ലേജിൽ ഒരു ഭീഷണിയായി വരുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വിഷയം ഇവർ ഇവിടെ പറയാൻ കാരണം. അങ്ങനെ അതിനുശേഷം ഉച്ചിഹ ക്ലാനിലുള്ള എല്ലാവരും ചേർന്ന് ഒരു മീറ്റിംഗ്
മീറ്റിംഗ് നടക്കുന്നു. ഇവരുടെ ലീഡറായിട്ടുള്ള ഫുഗാക്കുവിനോട് ബാക്കിയുള്ള ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും, നമ്മുടെ ഈ ഒരു ഉച്ചയ ക്ലാനിലുള്ള ആൾക്കാരെ പുറത്തുള്ള ആൾക്കാർ തെറ്റായിട്ടാണ് അവർ കാണുന്നത്, ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ആക്ഷനും എടുക്കാത്തത് എന്ന് ഫുഗാക്കുവിനോട് അവർ ചോദിക്കും. അപ്പോൾ ഫുഗാക്കു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഹൊക്കാഗെയും അവരുടെ അതോറിറ്റീസും ചേർന്ന് എടുക്കുന്ന തീരുമാനമായതുകൊണ്ട് തൽക്കാലം നമുക്ക് അവർ പറയുന്നത് കേട്ടിരിക്കാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ ഇറ്റാച്ചി ഫുഗാക്കുവിന്റെ അടുത്ത് പോയി തന്റെ ഫാദറിനോട് ഒരു ജിറ്റ്സു പഠിപ്പിച്ചു തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഉച്ചിയ വംശത്തിന്റെ തന്നെ സിഗ്നേച്ചർ മൂവ് ആയിട്ടുള്ള ഫയർ ബോൾ ജിറ്റ്സു പറഞ്ഞു കൊടുക്കുന്നു. കൈയൊക്കെ ഇങ്ങനെ ചെയ്ത് ഇതുപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു പറഞ്ഞു കൊടുത്ത സ്പോട്ടിൽ തന്നെ ഇറ്റാച്ചി ആ ഒരു ജിറ്റ്സു പഠിച്ചെടുക്കുന്നു. ഇത് കാണുന്ന ഫുഗാക്കും ഒന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ ഫുഗാക്കു പറയും, നീയും വളർന്നു വന്ന് വലിയൊരു ഷിനോബി ആകും എന്നും പറയുന്നു. അങ്ങനെ നമ്മുടെ ഇറ്റാച്ചി പതിയെ വളർന്ന് 6ാമത്തെ വയസ്സിൽ കൊനഹ അക്കാദമിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. അവിടെയുള്ള ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ് നമ്മുടെ ഇറ്റാച്ചി. നല്ലതുപോലെ പഠിക്കും, കറക്റ്റായി ട്രെയിനിങ് ചെയ്യും, ഫൈറ്റ് ചെയ്യും തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും മുൻപന്തിയിൽ നമ്മുടെ ഇറ്റാച്ചിയാണ് ഉള്ളത്. തന്റെ മകൻ എല്ലാത്തിനും ഇങ്ങനെ ഫസ്റ്റ് ആവുന്നത് കൊണ്ട് ഫുഗാക്കുവിനും എപ്പോഴും നല്ല രീതിയിൽ സന്തോഷമായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ ഇറ്റാച്ചിയുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരുന്നു. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ എന്തായാലും മരിക്കും, അപ്പോൾ എന്താണ് സത്യത്തിൽ ഷിനോബി എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഇറ്റാച്ചി തന്റെ ക്ലാസ്മേറ്റിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് ഇറ്റാച്ചി ഷാഡോ ക്ലോൺ ജിറ്റ്സു യൂസ് ചെയ്യുന്നത് ഇവരുടെ ക്ലാസ് ടീച്ചർ കാണുന്നു. ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഷാഡോ ക്ലോൺ ജിറ്റ്സു യൂസ് ചെയ്യുന്നത് കണ്ട് തന്റെ ആ ഒരു ടീച്ചറും ഞെട്ടി. ആ ഒരു ടീച്ചർ ആണെങ്കിൽ അവിടെ ഉണ്ടായ ഹൊക്കാഗേസിനെ ഈ ഒരു കാര്യങ്ങൾ അറിയിക്കുന്നു. ഇതുപോലുള്ള ഒരു സ്റ്റുഡന്റിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ഷാഡോ ക്ലോൺ ജിറ്റ്സു ഒക്കെ യൂസ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവരെ എന്തായാലും ഗ്രാജുവേറ്റ് ചെയ്യണമെന്ന് നമ്മുടെ ഹൊക്കാഗേസിനോട് പറയുന്നു. അങ്ങനെ ഇത് കേട്ട് അവരും ഇത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 വർഷം കഴിഞ്ഞ് ഇറ്റാച്ചിയെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റാച്ചിയും ഒരു ചുനിയനായി മാറി. ഇറ്റാച്ചിയും ഫുഗാക്കും ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഫുഗാക്കു ഇറ്റാച്ചിയോട് പറയുന്നത്, 19ലെ ഇൻസിഡന്റ് കഴിഞ്ഞ് ഇപ്പോൾ 3 വർഷമായി, എന്നിട്ട് പോലും മറ്റുള്ള ആൾക്കാർ ഈ ഒരു ഉച്ചിയ വംശത്തെ തെറ്റായിട്ടാണ് കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഇറ്റാച്ചിയും ഇസുമിയും മീറ്റ് ചെയ്യുന്നു. ഇസുമി തന്റെ ഫുഡൊക്കെ ഇറ്റാച്ചിക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഇറ്റാച്ചിയും ഇസുമിയും നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്. എന്നാൽ ഇതുവരെ ആരും പരസ്പരം അത് പറഞ്ഞിട്ടുമില്ല. അപ്പോഴാണ് ഇറ്റാച്ചിയുടെ ടീംമേറ്റ്സിലെ ഒരുത്തൻ നമുക്ക് മിഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഇറ്റാച്ചിയും കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അതായത് ഇപ്പോൾ ഇറ്റാച്ചി ഒരു ചുനിയനായതുകൊണ്ട് തന്നെ വില്ലേജിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവരാണ് പരിഹരിച്ചു കൊടുക്കാറ്. അപ്പോൾ ഇറ്റാച്ചിയുടെ ടീംമേറ്റ്സിന് കിട്ടിയ മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുട്ടിയെ കണ്ടുപിടിക്കലാണ്. അതും വെറും ഒരു പൂച്ചക്കുട്ടിയല്ല, ഒരു നിഞ്ച പൂച്ചക്കുട്ടിയാണ്. അങ്ങനെ നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ ആ ഒരു പൂച്ചക്കുട്ടിയും കണ്ടുപിടിച്ച് ആ ഒരു മിഷനും കംപ്ലീറ്റ് ആക്കുന്നു. എന്നാൽ നമ്മുടെ ഇറ്റാച്ചിയുടെ ടീംമേറ്റ്സിനാണെങ്കിൽ ഇറ്റാച്ചിയെ തീരെ ഇഷ്ടമല്ല. കാരണം ചെറുപ്പത്തിൽ തന്നെ ഇറ്റാച്ചി ഗ്രാജുവേറ്റ് ആയാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ഇറ്റാച്ചിയുടെ ടീംമേറ്റ്സിലുള്ള ആ ഒരുത്തൻ പറയും, ആ ഒരു പൂച്ചക്കുട്ടിയെ പിടിക്കുന്ന സമയത്ത് നീ എന്നെ ഹെൽപ്പ് ചെയ്തു, അതുകൊണ്ട് ഞാൻ എന്തായാലും നിനക്ക് തിരിച്ച് ഇതുപോലുള്ള ഒരു സംഭവം ചെയ്യുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇറ്റാച്ചി വീട്ടിൽ നിന്നും പല കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. ഒരു ജീവൻ ജനിക്കുന്നു, പിന്നീട് അത് മരിക്കുന്നു, ഒരു ക്ലാൻ തന്നെ ഉണ്ടാകുന്നു, ആ ഒരു ക്ലാൻ പിന്നെ ഒരു വില്ലേജ് ആയി മാറുന്നു. അപ്പോൾ മനുഷ്യർക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടാകുന്നു. അതുപോലെ എനിക്കും ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. ആ ഒരു ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് സാക്രിഫൈസ്, യാഗം എന്നൊരു സംഭവം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊന്നും മനസ്സിലാകില്ല. എന്നാൽ ഇവിടെ ഇറ്റാച്ചിക്ക് നടന്ന മറ്റൊരു സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇറ്റാച്ചിയുടെ ടീംമേറ്റ്സിലെ ഒരുത്തൻ ഇറ്റാച്ചിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആലോചിച്ചാണ് നമ്മുടെ ഇറ്റാച്ചി ആ ഒരു ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സാസുക കേൾക്കുന്നുണ്ട്. നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ ഇമോഷണലായി സാസുകയോട് പറയും, നീയും വളരുന്ന സമയത്ത് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നും പറയുന്നു. അതായത് ഇറ്റാച്ചിയുടെ ആ ഒരു ടീംമേറ്റ്സിലെ ഒരുത്തനില്ലേ, ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് തന്റെ ജീവൻ കൊടുത്താണ് ഇറ്റാച്ചി അവിടെ അവൻ രക്ഷിക്കുന്നത്. അങ്ങനെ അവന്റെ സാക്രിഫൈസിലാണ് ഇറ്റാച്ചിക്ക് ഷെറിംഗനും കിട്ടുന്നത്. അങ്ങനെ ഇറ്റാച്ചിക്ക് ഷെറിംഗൻ കിട്ടിയത് മനസ്സിലാക്കി നമ്മുടെ ഫുഗാക്കു പറയും, ഇനി നീ കുറച്ച് ജാഗ്രതയായി ഇരിക്കണം, കെയർഫുൾ ആയി ഇരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്ലാനിനെ പറ്റി പറയുമ്പോൾ ഇറ്റാച്ചി തിരിച്ചു പറയുന്നത്, ഫാദർ എന്റെ ഫ്രണ്ട് മരിച്ചുപോയി, എന്നിട്ട് എന്തിനാണ് ഈ ഷെറിംഗനെ കുറിച്ചും നമ്മുടെ വംശത്തെ പറ്റിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യത്തിൽ പറയുമെങ്കിലും പിന്നീട് പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് എന്നാൽ പിന്നെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ഷിസു യുച്ചിഹയെ ഇവിടെ കാണിക്കുന്നത്. ഇറ്റാച്ചിയുടെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇറ്റാച്ചിയുടെ ഒരു ബ്രദർ ആണ് ഷിസു. ഇറ്റാച്ചിയുടെ ഒരു സീനിയർ ആയിട്ട് വരും. നമ്മുടെ ഇറ്റാച്ചി ഷിസുയോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു വേൾഡിൽ നമ്മൾ എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഷിസുയി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലോകത്ത് ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് തടയാനാണ് ഞാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നു. ഈ സമയം നമ്മുടെ സാസുക്കെ ചെറുതായതുകൊണ്ട് ഇറ്റാച്ചിയെ കളിക്കാൻ വേണ്ടി എപ്പോഴും വിളിക്കും. പക്ഷേ ഇറ്റാച്ചി ഇപ്പോൾ ഒരു ചുനിയനായതുകൊണ്ട് തീരെ സമയം കിട്ടാറില്ല. ഈ സമയത്താണ് ആ ഒരു ഇറ്റാച്ചിയും സാസുകയും തമ്മിലുള്ള ആ ഒരു ബോണ്ട് എപ്പോഴും കാണിക്കുന്നത്. അതായത് ഇറ്റാച്ചി എപ്പോഴും തന്റെ വിരൽ കൊണ്ട് സാസുകയുടെ നെറ്റിയിൽ തട്ടാറില്ലേ, ആ ഒരു സംഭവങ്ങളൊക്കെ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇറ്റാച്ചി പതിയെ അൻബു ബ്ലാക്ക് ഓപ്സിൽ ചേരുന്നു. ഇതൊരു സീക്രട്ട് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. അതായത് മറ്റാരും അറിയാതെ ഹൊക്കാഗെ തന്നെ ഡയറക്റ്റ് ചില മിഷൻസ് ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇറ്റാച്ചി ചെറിയ വയസ്സിൽ തന്നെ ഈ ഒരു അൻബുവിൽ ചേർന്നതുകൊണ്ട് ഫുഗാക്കുവിനും വളരെയധികം സന്തോഷമാകുന്നു. നീ ഉച്ചിയ വംശത്തെ തന്നെ മാറ്റാൻ പോവുകയാണ്, കൂടാതെ നിന്നെ കണ്ട് സാസുകയ്ക്കും ഇതുപോലെ വളർന്നു വരാൻ സാധിക്കുമെന്നും പറയുന്നു. അപ്പോഴാണ് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹൊക്കാഗേസും അവിടെ ഉണ്ടായ അതോറിറ്റീസ് ഒക്കെ കൂടി സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അതായത്
ആ ഒരു നൈൻറ്റെയിൽ ഇൻസിഡന്റിന് കാരണം ഉച്ചിഹ വംശത്തിലുള്ള ആൾക്കാരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡാൻസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തൻ അവിടെ നിന്ന് പറയാൻ തുടങ്ങും. അപ്പോഴേക്കും തേർഡ് ഹോക്കാഗെ പറയും, നീ എപ്പോഴും എന്തിനാണ് ഉച്ചിഹ വംശത്തെ ഇങ്ങനെ പറയുന്നത്, അവർ അങ്ങനെ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെയും ഡാൻസോ പറയുന്നത് അവരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്, അവരുടെ ഷെറിംഗൻ വെച്ചാണ് ഈ ഒരു നൈൻറ്റെയിലിനെ കൺട്രോൾ ചെയ്യുന്നതെന്നും ഇനി അവർക്ക് ഒരു ചാൻസ് പോലും കൊടുക്കരുത്, അതുകൊണ്ട് തന്നെ അവരെ എപ്പോഴും വാച്ച് ചെയ്യണം, അവരെന്താണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. നമ്മുടെ തേർഡ് ഹൊക്കാഗെക്ക് ഈസി ആയിട്ട് ഇത് വേണ്ട എന്ന് പറയാം. എന്നാൽ ഈ ഒരു ഡാൻസോ എന്ന് പറഞ്ഞത് ഹൊക്കാഗെയുടെ ഒരു ഫ്രണ്ട് പോലെയാണ്. അങ്ങനെ ഹൊക്കാഗെക്കും വേറെ വഴിയില്ല. അങ്ങനെ നമ്മുടെ ഡാൻസോ ആണെങ്കിൽ അൻബു ബ്ലാക്ക് ഓപ്സിലെ ആൾക്കാർക്ക് ഒരു മിഷൻ കൊടുക്കുന്നു. ഉച്ചിഹ വംശത്തിലുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, അവർ അവരുടെ മിഷൻ കറക്റ്റ് ആയി ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇറ്റാച്ചിയും ഉച്ചിഹ വംശത്തിലുള്ള ഒരാളാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങ് പോകുന്ന സമയത്താണ് കാര്യങ്ങൾ കുറച്ചുകൂടി മോശമായിട്ട് പോകാൻ വേണ്ടി തുടങ്ങും. ഏതെങ്കിലും രീതിയിൽ വില്ലേജിൽ ചെറിയ പ്രശ്നങ്ങൾ തന്നെ വരുമ്പോൾ അതിനൊക്കെ കാരണം ഉച്ചിഹയിലെ ആൾക്കാരാണ് എന്ന രീതിയിൽ വരെ ആൾക്കാർ ചിന്തിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പിന്നെയും നമ്മുടെ ഡാൻസോ ആണെങ്കിൽ ഇത് ശരിയാകില്ല, ഉച്ചിഹ വംശത്തെ ഇവിടെ നിന്നും ഓടിക്കണം എന്നും പറയുന്നു. അപ്പോൾ തന്നെ ഹൊക്കാഗെ പറയും, അതൊന്നും ശരിയാകില്ല, ഉച്ചിഹ വംശത്തിലെ ആൾക്കാർ പല കാലങ്ങളായി ഇവിടെ ജീവിച്ചു വരികയാണ്. അങ്ങനെയാണ് ഒരു ദിവസം നമ്മുടെ ഷിസൂയി ഹൊക്കാഗെയുടെ അടുത്ത് വന്ന് ഷിസൂയി പല കാര്യങ്ങളും ഹൊക്കാഗെയോട് പറയുന്നു. അപ്പോൾ തന്നെ ഹൊക്കാഗെ തിരിച്ചും പറയുന്നുണ്ട്, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ക്ലാനിന്റെ മുകളിൽ എനിക്കും ഒരു സംശയമുണ്ട്, നിനക്ക് ഞാനൊരു ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഒരു മിഷൻ തരാമെന്ന് പറഞ്ഞ് ഹൊക്കാഗെയും ഷിസൂയിക്ക് ഒരു മിഷൻ കൊടുക്കുന്നു. അങ്ങനെ ഷിസൂയും ഇറ്റാച്ചിയെ മീറ്റ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു സമയത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അവരും സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ ഒരു ദിവസം ഡാൻസോ ഹൊക്കാഗെയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷിസൂയി പെട്ടെന്ന് അവിടെ വന്ന് പറയാൻ വേണ്ടി തുടങ്ങും, എന്റെ കോട്ടാമട്സുകാമി വെച്ച് ഞാൻ ഫുഗാക്കു ഉച്ചിഹയുടെ മനസ്സ് മാറ്റുന്നത് പോലുള്ള ഒരു വിഷയം എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു. അതായത് ഉച്ചിഹ വംശത്തിലുള്ള ആൾക്കാർക്ക് ഷെറിംഗൻ ഐ ഉണ്ട്, അപ്പോൾ അത് വെച്ച് പല സംഭവങ്ങളും ഇവർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ അത് കഴിഞ്ഞാണ് നമ്മുടെ ഡാൻസോ ഷിസൂയോട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. എനിക്ക് ഈ ഒരു കോട്ടാമട്സുകാമിയൊക്കെ ചെയ്യാൻ സാധിക്കുമോ, എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, നീ ഇതൊക്കെ വെച്ച് ഫുഗാക്കുവിന്റെ മനസ്സ് മാറ്റിയാലും ഉച്ചിഹ വംശവുമായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നും പറയുന്നു. എന്നാൽ ഷിസൂയി ആണെങ്കിൽ അതൊക്കെ ശരിയായി വരും എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് ഡാൻസോ നിന്റെ ആ ഒരു ഷെറിംഗൻ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഫുഗാക്കു ഷിസൂയിയുടെ കണ്ണിൽ നിന്നും ആ ഒരു ഷെറിംഗൻ വലിച്ചെടുക്കുന്നു. വലിച്ചെടുത്ത ഉടൻ തന്നെ അത് ഡാൻസോയുടെ കണ്ണിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർക്കിടയിൽ ഒരു ഫൈറ്റ് പോകുന്ന സമയത്താണ് ഷിസൂയി അവിടെ നിന്നും രക്ഷപ്പെട്ട് ലാസ്റ്റ് നമ്മുടെ ഇറ്റാച്ചിയുടെ അടുത്ത് എത്തുന്നു. അങ്ങനെ ഷിസൂയി നടന്ന കാര്യങ്ങളൊക്കെ ഇറ്റാച്ചിയോടും പറയാൻ തുടങ്ങുന്നു. എനിക്കിത് തടയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, ഡാൻസോ എന്തായാലും എന്റെ അടുത്ത് വന്ന് ഈ ഒരു രണ്ടാമത്തെ കണ്ണും അവൻ എടുത്തുകൊണ്ട് പോകും എന്നും പറഞ്ഞ നമ്മുടെ ഷിസൂയി തന്റെ മറ്റേ കണ്ണും പറിച്ച് ഇറ്റാച്ചിയുടെ ആ ഒരു കാക്കയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ ഇറ്റാച്ചിയോട് അവസാനം നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നീ ചെയ്യണമെന്ന് പറഞ്ഞ് ഷിസൂയും ഇവിടെ മരിക്കുന്നു. ഇത് കണ്ടാണ് നമ്മുടെ ഇറ്റാച്ചിക്കും മാങ്കിക്കും ഷെറിംഗൻ ആക്ടിവേറ്റ് ആവുന്നത്. അങ്ങനെ ഷിസൂയി മരിച്ചതിന് ശേഷമാണ് ഉച്ചിഹയിലുള്ള പല ആൾക്കാർ ഷിസൂയെ കൊന്നത് ഇറ്റാച്ചിയാണ് എന്ന രീതിയിലുള്ള ഒരു സംസാരം എല്ലാവരുടെ അടുത്തേക്കും വരാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ ചില ഉച്ചിഹയിലെ ആൾക്കാർ ഇറ്റാച്ചിയുടെ അടുത്ത് വന്ന് നീ ആ ഒരു അൻപൂലൊക്കെ ചേർന്നതിന് ശേഷം നമ്മുടെ വംശത്തെ തന്നെ ഇല്ലാതാക്കാനാണോ ശ്രമിക്കുന്നത് എന്ന രീതിയിൽ ഇറ്റാച്ചിയോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഇത് കേട്ട് ഇറ്റാച്ചി അവരെയൊക്കെ അടിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഫുഗാക്കു ഇറ്റാച്ചിയോട് ചോദിക്കും, നീ നമ്മുടെ ആൾക്കാരെ തന്നെ അടിക്കുകയാണോ? ഇത് കേട്ട് ഇറ്റാച്ചി ആണെങ്കിൽ ദേഷ്യത്തിൽ ആ ഒരു നിഞ്ച ബ്ലേഡ് എടുത്ത് ഇറ്റാച്ചിയുടെ ലോഗോയിൽ തന്നെ എറിയുന്നു. ഇത് കാണുന്നത് നമ്മുടെ കുട്ടി സാസുക്കെ ആണെങ്കിലും ഇവിടെ പേടിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണ് നമ്മുടെ ഫുഗാക്കു ഇറ്റാച്ചിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ഉച്ചിഹ വംശം കാലങ്ങളായി ഇവിടെ ജീവിച്ചു വരുന്നു. മറ്റുള്ള ആൾക്കാരും ഹൊക്കാഗേസ് ഒക്കെ നമ്മളെ പല രീതിയിൽ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് കഴിവുകളും പവേഴ്സ് ഒക്കെ ഉണ്ട്, നമുക്കും ഒരു ഹൊക്കാഗെ മാറാനും സാധിക്കുമായിരുന്നു, എന്നിട്ട് പോലും അവർ അത് സമ്മതിച്ചു തരുന്നില്ല. ഇപ്പോഴും നമ്മളെ ഒരു പോലീസ് ഫോഴ്സ് ആയിട്ടാണ് വില്ലേജിൽ ഉപയോഗിക്കുന്നത്. നൈൻറ്റെയിലെ ഇൻസിഡന്റ് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടാണ് പോകുന്നത്. ഇനി ഇങ്ങനെ പോയാൽ ശരിയാകില്ല, എനിക്കും മാങ്കിക്കും ഷെറിംഗൻ ഉണ്ട്, ഞാൻ തന്നെ ആ ഒരു നൈൻറ്റെയിലിനെ സമൺ ചെയ്ത് എന്റെ കൺട്രോളിൽ വെച്ച് ഈ ഒരു കൊണഹ വില്ലേജിനെ ഞാൻ തന്നെ ടേക്ക് ഓവർ ചെയ്യുമെന്നും പറയുന്നു. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ഇറ്റാച്ചി പറയാൻ തുടങ്ങും, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൊണഹ വില്ലേജിലെ ആൾക്കാരൊക്കെ മരിച്ചു പോകില്ലേ? അപ്പോൾ നമ്മുടെ ഫുഗാക്കു പറയും, എല്ലാവരും മരിക്കും, എന്നാൽ അതിനുശേഷം ഒരു സമാധാനമായിട്ടുള്ള ഒരു ലോകം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നും പറയുന്നു. അങ്ങനെ ഇതിനുശേഷം നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ ഹൊക്കാഗേസ് ആൻഡ് അതോറിറ്റീസിന്റെ അടുത്ത് പോയി ഉച്ചിഹ ക്ലാനിലുള്ള ആൾക്കാർ എതിർത്ത് നിൽക്കാൻ തീരുമാനിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ഡാൻസോ ഇറ്റാച്ചിയെ വിളിച്ച് അവനൊരു മിഷൻ കൊടുക്കുന്നു. അതായത് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരുടെ ഭാഗത്ത് വേണമെങ്കിലും നിനക്ക് നിൽക്കാം. ഇവിടെ ഉച്ചിഹ വംശത്തിലെ ആൾക്കാരെക്കാൾ കൂടുതലായിട്ടുള്ളത് കൊനഹയിലെ ആൾക്കാരാണ്. നിനക്ക് വേണമെങ്കിൽ വില്ലേജിനെതിരായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ നിനക്കൊരു ഓപ്ഷൻ ഉണ്ട്, നിന്റെ അനിയനായിട്ടുള്ള സാസുക്കെ മാത്രം ഒഴിച്ച് ബാക്കിയുള്ള ഉച്ചിഹാസിനെയൊക്കെ കൊന്നതിന് ശേഷം കൊനഹ വില്ലേജിൽ സമാധാനമായിട്ട് വരാമെന്നും പറയുന്നു. ഇതാണ് നിന്റെ മിഷൻ, നിനക്ക് എന്താണോ വേണ്ടത് അത് നിനക്ക് തീരുമാനിച്ചെടുക്കാം. അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇറ്റാച്ചി എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാതെ നല്ലതുപോലെ ആലോചിച്ചെടുക്കാൻ തുടങ്ങുന്നു. കാരണം നമ്മുടെ ഇറ്റാച്ചിക്കാണെങ്കിൽ യുദ്ധം എന്ന ആ ഒരു കൺസെപ്റ്റിനോട് തന്നെ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. എങ്ങനെയെങ്കിലും വരാൻ പോകുന്ന യുദ്ധം തടയണം. അങ്ങനെ നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ തന്റെ ഉച്ചിഹ വംശത്തെ തന്നെ ഇല്ലാതാക്കാം എന്ന് തീരുമാനിക്കുന്നു. ഇറ്റാച്ചി ഇങ്ങനെ ചെയ്യാനുള്ള മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ച്
കഴിഞ്ഞാൽ ഉച്ചിഹ ക്ലാനിലുള്ള ആൾക്കാരും കൊനഹ വില്ലേജിലെ ആൾക്കാരും ചേർന്ന് ഒരു ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കൊനഹ വില്ലേജ് വീക്കായി മാറും. അങ്ങനെ ഇത് മുതലെടുത്ത് മറ്റുള്ള വില്ലേജിലെ ആൾക്കാർ വന്ന് ഈസിയായി ഈ ഒരു കൊനഹ വില്ലേജ് അവർക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഇതൊക്കെ കൊണ്ടാണ് ഇറ്റാച്ചി അവസാനം ഉച്ചിഹ വംശത്തെ തന്നെ ഇല്ലാതാക്കാമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ മാദറയുടെ അടുത്ത് പോയി ഒരു ഹെൽപ്പ് ചോദിക്കുന്നു. അതായത് ഇവിടെ ശരിക്കും അത് മാദറയല്ല ഒബീറ്റോ ആണ്. അങ്ങനെ ഇറ്റാച്ചി പറയാൻ തുടങ്ങും, നിങ്ങൾക്ക് ഉച്ചിഹ ക്ലാനോട് ഒരു വെറുപ്പുണ്ടെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് ഇവിടെ ഉണ്ടായ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാദറയോടും പറയുന്നു. അങ്ങനെ മാദറയും ഇറ്റാച്ചിക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ഒരു ദിവസം ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത്. നമ്മുടെ ഇറ്റാച്ചിയും മാദറയും ചേർന്ന് ഉച്ചിഹ വംശത്തിലുള്ള എല്ലാവരെയും കൊല്ലാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഓരോ ആൾക്കാരെ കൊന്നങ്ങനെ പോകുന്ന സമയത്താണ് ഇറ്റാച്ചി തന്റെ ഫാദർ ആയിട്ടുള്ള ഫുഗാക്കുവിനെ കാണുന്നു. അങ്ങനെ ഫുഗാക്കു പറയാൻ തുടങ്ങും, നീ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ഇറ്റാച്ചി എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലും എന്തായാലും ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. കൊനഹ വില്ലേജിലും ഇതുപോലെ തന്നെയാണ് ആൾക്കാർ മരിച്ചു വീഴാൻ പോകുന്നത്. അങ്ങനെ ഇത് കേട്ട് ആ ഒരു ഫുഗാക്കുവിന്റെ ക്ലോൺ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഇറ്റാച്ചി പതിയെ തന്റെ വീടിനടുത്ത് നിൽക്കുമ്പോഴാണ് ഫുഗാക്കു നീ അകത്തേക്ക് വാ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇറ്റാച്ചിയുടെ അമ്മയും അച്ഛനും അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ നമ്മുടെ ഫുഗാക്കു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം മകന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഞാനൊരു വിഡ്ഢിയല്ല. നീ ഇവിടെ എന്തിനാണ് വന്നത് എന്ന് എനിക്ക് മനസ്സിലായി. നീ ഒരു വിഷയം മാത്രം എനിക്ക് സത്യം ചെയ്തു തരണം. സാസുകയെ നീ നല്ലതുപോലെ നോക്കണമെന്ന് അവർ ഇറ്റാച്ചിയോട് പറയുന്നു. അതുകൂടാതെ നീ ഇപ്പോൾ എടുത്ത തീരുമാനം അതോർത്ത് നീ ഒരിക്കലും വിഷമിക്കരുത്. നമുക്ക് ഇപ്പോഴുള്ള വേദനയേക്കാൾ കൂടുതൽ നിന്റെ മനസ്സ് അത്രയധികം വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സാസുകയെ നീ നല്ലതുപോലെ നോക്കണം. കൂടാതെ അവസാനമായി ഫുഗാക്കു തന്റെ മകനോട് പറയുന്നത്, നീ എന്റെ മകനായി ജനിച്ചതിൽ ഞാൻ പെരുമപ്പെടുന്നു എന്നും പറയുന്നു. അങ്ങനെ ഇറ്റാച്ചി അവസാനം തന്റെ സോഡ് എടുത്ത് കരഞ്ഞുകൊണ്ട് രണ്ടുപേരെയും നോക്കി വേറെ വഴിയില്ലാതെ ഇവരെയും കൊന്നുകളയുന്നു. അങ്ങനെ ഇറ്റാച്ചി ഇവരെ കൊന്നതിന് ശേഷമാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു സാസുകെ ഇവിടെ വരുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇപ്പോഴാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ ഹൊക്കാഗയുടെ അടുത്തേക്ക് പോകുന്നു. ഹൊക്കാഗെ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും റിസ്ക് എടുത്ത് ആരും തന്നെ ഇങ്ങനൊരു മിഷൻ ചെയ്യില്ല. നീ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് അറിയാം. എന്നാൽ നീ ഇത്രയും ആൾക്കാരെ കൊന്നതുകൊണ്ട് നീ ഇപ്പോൾ ഒരു വാണ്ടഡ് ലിസ്റ്റിൽ പെട്ടിട്ടാണ് ഉള്ളത്. ഇനി നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇറ്റാച്ചിയോട് ചോദിക്കുമ്പോഴാണ്, ഞാൻ ഒരു അക്കട്സുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഈവിൾ ഗ്രൂപ്പിൽ ചേരാൻ പോവുകയാണ്. ഇനി അവിടെ മാത്രമേ എനിക്ക് സമാധാനമായി ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇറ്റാച്ചി അവസാനമായി കൊനഹ വില്ലേജിൽ നിന്ന് പോകുന്ന സമയത്ത് ഹൊക്കാഗെയോട് പറയുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാസുകയെ നല്ലതുപോലെ നോക്കണം എന്ന് പറഞ്ഞ് ഇറ്റാച്ചി ഈ ഒരു കൊനഹ വില്ലേജിൽ നിന്നും പോകുന്നു. സത്യം പറഞ്ഞാൽ ഇറ്റാച്ചി ഇങ്ങനെയാണ് ഒരു ഈവിൾ ആയിട്ട് മാറുന്നത്. അങ്ങനെയാണ് ഇറ്റാച്ചി അക്കട്സുക്കി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം എന്താണ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലൂടെ നോക്കാം. ഈ ഒരു പാർട്ട് കഴിയുമ്പോൾ തന്നെ ഇറ്റാച്ചിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ആയി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരിക്കലുമല്ല. ഇനിയാണ് ശരിക്കും ഇറ്റാച്ചി ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഇറ്റാച്ചി ഒരു ഹീറോ ആണോ അതോ വില്ലൻ ആണോ എന്ന്. ഇറ്റാച്ചി ഫാൻസ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുപോലെ ആനിമി റിലേറ്റഡ് വീഡിയോക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇറ്റാച്ചിയുടെ പാർട്ട് 2 വീഡിയോയുമായി പിന്നെ വരാം.